നമസ്കാരം. RRMൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടിഷ്ടമായാൽ പതിവ് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് മലയാളം വാചകങ്ങൾ എഴുതുകയാണ്. നിങ്ങളത് കാണുക. അതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയും എന്ന് നോക്കാം. അവൾ നാളെ എത്തുന്നതായിരിക്കും. ഞാൻ മറ്റന്നാൾ എത്തുന്നതായിരിക്കും. രാജു ഇന്ന് വൈകുന്നേരം നല്ലൊരു ചെലവ് ചെയ്യുന്നതായിരിക്കും. അമ്മ ഒരു പുതിയ ഉടുപ്പ് നിനക്ക് വേണ്ടി വാങ്ങുന്നതായിരിക്കും. അമ്മാവൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ കൂടെ മസ്കറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇന്ന് രാത്രി നിന്നെ അല്ലെങ്കിൽ താങ്കളെ ഞാൻ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വാചകങ്ങൾ കണ്ടുവല്ലോ. ഈ വാചകങ്ങളെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത് നോക്കൂ. അവസാനം എത്തുന്നതായിരിക്കും, എഴുതുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും, വാങ്ങുന്നതായിരിക്കും, വിൽക്കുന്നതായിരിക്കും, വിളിക്കുന്നതായിരിക്കും എന്നിങ്ങനെയാണ് വരുന്നത് അല്ലേ? അതായത് ആരോടോ ഒരു പ്രോമിസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അവൾ നാളെ എത്തുന്നതായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വാചകങ്ങളെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അവൾ നാളെ എത്തുന്നതായിരിക്കും എന്ന വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അവൾ എന്ന് പറയുന്നത് ഷീ. ഇനി നമ്മുടെ വേർബ് എന്താണ് ഇവിടെ വരുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. എത്തുന്നതായിരിക്കും എന്നാണ് പറയണത് അല്ലേ? അപ്പോൾ ആ പ്രോമിസ് ആയിരിക്കും എന്ന് ആയിരുന്നു എന്നല്ല പറയണത്. ആയിരുന്നു എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, അതിങ്ങനെ വരുന്ന സമയത്ത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്യൂച്ചറാണ്, അത് മനസ്സിലാക്കുക. ഫ്യൂച്ചർ ടെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാലൻസാണിത്. അപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയണത്. എത്തുന്നതായിരിക്കും ഒരു പ്രോമിസിൻ്റെ രൂപത്തിൽ. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പ്രോമിസിൻ്റെ രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ വിൽ ബി എന്ന് ചേർക്കണം. വെർബിൻ്റെ മുന്നിൽ വിൽ ബി ചേർക്കണം. മാത്രമല്ല വെർബിൻ്റെ കൂടെ INGയും ചേർക്കണം. ഓക്കെ, പ്രോമിസ് രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വാചകങ്ങൾ കാണുമ്പോൾ, ഫ്യൂച്ചർ ടെൻസ് സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാചകങ്ങളെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മെയിൻ വെർബിൻ്റെ തൊട്ട് മുന്നിൽ വിൽ ബി ചേർക്കണം. വെർബിൻ്റെ കൂടെ ING ചേർക്കണം. ഓക്കെ, അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വാചകം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം പറഞ്ഞു ഷീ. ഷീ കമ്മിങ് വിൽ ബി എന്നല്ല വേണ്ടത്. ഷീ വിൽ ബി കമ്മിങ് ടുമോറോ, നാളെ. മനസ്സിലായി? അപ്പോൾ നമ്മളിത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്? ഷീ വിൽ ബി കമ്മിങ് ടുമോറോ. അപ്പോൾ കം എന്നുള്ള വെർബിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ വിൽ ബി വെച്ചു. ഷീ വിൽ കമ്മിങ് എന്നല്ല പറയണത്, ഷീ വിൽ ബി കമ്മിങ്. അപ്പോൾ കം എന്നുള്ള വേർബിനോടൊപ്പം ING ചേർത്തു. അപ്പോൾ വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. ഈ റൂളാണ് ഇങ്ങനെയുള്ള വാചകങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വാചകം എങ്ങനെ? അവൾ നാളെ എത്തുന്നതായിരിക്കും എന്നുള്ളത് എങ്ങനെ? ഷീ വിൽ ബി കമ്മിങ് ടുമോറോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാചകം എങ്ങനെയായിരിക്കും? ഞാൻ മറ്റന്നാൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ എത്തുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്ത് വേണം? മെയിൻ വേർബിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? വിൽ ബി ചേർക്കണം. മെയിൻ വേർബിൻ്റെ കൂടെ ING ചേർക്കണം. ഓക്കെ, എത്തുക എന്നുള്ളതിന് റീച്ച് എന്ന് പറയാം. ഓക്കെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഐ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? ഐ വിൽ ബി റീച്ചിങ് അല്ലേ? എപ്പോഴാണ് എത്തണേ? മറ്റന്നാളാണ് എത്തുന്നത്. മറ്റന്നാൾ എന്നുള്ളതിന് എന്താ വാക്ക്? നാളെ എന്നുള്ളത് ടുമോറോ. അപ്പോൾ നാളെ കഴിഞ്ഞിട്ടാണ് മറ്റന്നാൾ വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഐ വിൽ ബി റീച്ചിങ് ഡേ ആഫ്റ്റർ ടുമോറോ. ഞാൻ മറ്റന്നാൾ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി രാജു ഇന്ന് വൈകുന്നേരം ഒരു നല്ല ചിലവ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇവിടെ ചിലവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ട്രീറ്റ് തരും എന്നുള്ള അർത്ഥമാണ് അല്ലേ. നല്ലൊരു ട്രീറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ പറയാം? രാജു വിൽ ബി ഗിവിങ് എ ഗ്രാൻഡ് ട്രീറ്റ് ടുഡേ ഈവനിങ്. ഓക്കെ, അമ്മ ഒരു പുതിയ ഉടുപ്പ് നിനക്കു വേണ്ടി വാങ്ങുന്നതായിരിക്കും. അതെങ്ങനെ പറയാം? വാങ്ങുന്നു എന്നല്ല പറയണത്, വാങ്ങുന്നതായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ മദർ വിൽ ബി ബൈയിങ് എ ന്യൂ ഫ്രോക്ക് ഫോർ യു. മദർ വിൽ ബി ബൈയിങ് എ ന്യൂ ഫ്രോക്ക് ഫോർ യു. അടുത്തത്, അമ്മാവൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ കൂടെ മസ്കറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ പറയാം? അങ്കിൾ will be going to Muscat with his grandson. Uncle will be going to Muscat with his grandson. അടുത്തത്, ഇന്ന് രാത്രി നിന്നെ അല്ലെങ്കിൽ താങ്കളെ ഞാൻ വിളിക്കുന്നതായിരിക്കും. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? I'll be calling you tonight. I'll be calling you tonight. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് അത് കഴിഞ്ഞാൽ വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, അതിൻ്റെ മീനിങ് വരുന്നത് ആയിരിക്കും, എത്തുന്നതായിരിക്കും, വിളിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, ആയിരുന്നു എന്നുള്ളതല്ല, ആയിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ തന്നെ പെടുന്നതാണ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, ഇനി ഈ പറഞ്ഞ വാചകങ്ങളുടെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഓക്കെ, നെഗറ്റീവ് വാചകങ്ങൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഷീ വിൽ ബി കമ്മിങ് ടുമോറോ എന്ന വാചകത്തെ നെഗറ്റീവ് ആക്കുമ്പോൾ വിൽ എന്ന വാക്കിൻ്റെയും ബി എന്ന വാക്കിൻ്റെയും ഇടയിലാണ് നോട്ട് വെക്കേണ്ടത്. നെഗറ്റീവ് അർത്ഥം വരുന്ന നോട്ട്. ഓക്കെ, അത് വെക്കേണ്ടത് വില്ലിൻ്റെയും ബിയുടെയും ഇടയിലാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ഷീ വിൽ നോട്ട് ബി കമ്മിങ് ടുമോറോ. ഓക്കെ, അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ വിൽ നോട്ട് ബി എന്ന് മുഴുവനും പറയണമെന്നില്ല. വിൽ നോട്ട് ബി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം വോണ്ട് ബി എന്നാണ്. ഓക്കെ, വോണ്ട് ബി, WON ഇട്ട് മുകളിലൊരു അപ്പോസ്ട്രോഫി ഇട്ട് T. ഓക്കെ, അത് വിൽ നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. ഓക്കെ, പിന്നെ ബി, വോണ്ട് ബി. അപ്പോൾ സെൻറ്റൻസ് ഷീ വോണ്ട് ബി കമ്മിങ് ടുമോറോ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയും? അതെ, ഐ വിൽ നോട്ട് ബി റീച്ചിങ് ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഐ വോണ്ട് ബി റീച്ചിങ് ഡേ ആഫ്റ്റർ ടുമോറോ. രാജു won't be giving a treat today evening. Mother won't be buying a new frock for you. Uncle won't be going to Muscat with his grandson. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ നിങ്ങളിനി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.